ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു വിമാനം ലാൻഡ് ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. എന്നാൽ യാത്രക്കാർ ഇറങ്ങുന്നതിന് പകരം ഒരു ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ കാത്തിരിക്കുന്നു. 92 അസ്ഥികൂടങ്ങൾ അവരുടെ സീറ്റുകളിലിരിക്കുന്നു. ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു? മുഴുവൻ ജീവനക്കാരും യാത്രക്കാരും അവരുടെ അവശിഷ്ടങ്ങൾ മാത്രം അവശേഷിപ്പിച്ച് എങ്ങനെ അപ്രത്യക്ഷമാകും? ഇന്നത്തെ വീഡിയോയിൽ ഈ വിചിത്ര സംഭവത്തിന് പിന്നിലെ സിദ്ധാന്തങ്ങളും ചരിത്രവും ഞെട്ടിക്കുന്ന വസ്തുതകളും പരിവേഷണം ചെയ്തുകൊണ്ട് 92 അസ്ഥികൂടങ്ങളുമായി ഇറങ്ങിയ വിമാനത്തിന്റെ രഹസ്യം ഞാൻ അനാവരണം ചെയ്യും. ദ പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നൂറുകണക്കിന്, ഒരുപക്ഷെ ആയിരക്കണക്കിന് വിമാനങ്ങൾ കാണാതായതിനെക്കുറിച്ചോ യാത്രക്കാർ വിമാനത്തിലിരിക്കുമ്പോൾ നടന്ന ദുരൂഹമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചോ ഉള്ള കഥകളുണ്ട്. ചില കേസുകൾ വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം ഒടുവിൽ പരിഹരിക്കപ്പെടും. എന്നാൽ മറ്റുള്ളവ ഒരിക്കലും പരിഹരിക്കപ്പെടില്ല. 1953 സാന്റിയാഗോ ഫ്ലൈറ്റ് 513 പെട്ടെന്ന് അപ്രത്യക്ഷമായതും 35 വർഷത്തിന് ശേഷം ദുരൂഹമായി തിരിച്ചെത്തിയതും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു തുമ്പും കൂടാതെ ഒരു വിമാനം അപ്രത്യക്ഷമാകുമ്പോൾ പല കാര്യങ്ങളും അതിന് കാരണമായേക്കാം. പർവ്വതമോ മരുഭൂമിയിലെ കടലോ പോലുള്ള ഒരു വിദൂര പ്രദേശത്ത് വിമാനം തകർന്നുവെന്നാണ് സാധാരണയായി അനുമാനിക്കുന്നത്. ഒരു വിമാനം ശ്രദ്ധയിൽപ്പെടാതെ എവിടെയെങ്കിലും ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും വർഷങ്ങളുടെ തിരച്ചിലിന് ശേഷം വിമാനത്തിന്റെ ഭാഗങ്ങൾ തീരത്ത് ഒലിച്ചു പോയേക്കാം. അല്ലെങ്കിൽ അപകടത്തിന് ശേഷം വളരെ കാലം കഴിഞ്ഞ് വിദൂര പ്രദേശങ്ങളിൽ കണ്ടെത്താം. എന്നിരുന്നാലും ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ഗവേഷകർക്ക് സൂചനകൾക്കായി വർഷങ്ങളോളം ചിലവഴിക്കാം. പക്ഷേ തെളിവുകളൊന്നും കണ്ടെത്താത്തതിനാൽ ചിലപ്പോൾ കേസുകൾ പരിഹരിക്കപ്പെടാതെ തുടരും. 1954 സെപ്റ്റംബർ 4 ജർമ്മനിയിൽ നിന്ന് ഒരു ലോക്ഹീഡ് വിമാനം പറന്നുയർന്നു. 88 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്, 4 ജീവനക്കാരും. ഫ്ലൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം സാധാരണമായിരുന്നു. പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ മിഗ്വൽ വിക്ടർ ക്യൂറി ആയിരുന്നു ഈ ദയനീയ വിമാനത്തിന്റെ പൈലറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അച്ചടക്കത്തിനും പ്രൊഫഷണലിസത്തിനും പേരുകേട്ട ക്യാപ്റ്റൻ തന്റെ കരിയറിൽ വലിയ സംഭവങ്ങളൊന്നും നേരിട്ടിട്ടില്ല എന്നും കഥ സൂചിപ്പിക്കുന്നു. ടേക്ക് ഓഫിന് മുമ്പ് അസാധാരണമായ ഒന്നും സംഭവിച്ചിരുന്നില്ല. കാലാവസ്ഥ വ്യക്തവും ക്രമരഹിതവുമായിരുന്നു. എന്നാൽ പറന്നുയർന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഒരു തുമ്പും കൂടാതെ വിമാനം അപ്രത്യക്ഷമായി. അത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. അതിനാൽ അത് തകർന്നതായി പലരും അനുമാനിച്ചു. എന്നിട്ടും പൈലറ്റിൽ നിന്ന് അടിയന്തര കോളുകളോ ദുരന്ത സിഗ്നലുകളോ ഉണ്ടായിരുന്നില്ല. വിമാനം എവിടെയെന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തന ടീമുകൾ പ്രദേശം അരിച്ചുപെറുക്കി. എന്നാൽ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും വിമാനത്തിന്റെയോ അതിലെ യാത്രക്കാരെയോ കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചില്ല. അങ്ങനെ വിമാനത്തിൽ ഉണ്ടായിരുന്ന 92 പേരും മരിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും കേസ് ദുരൂഹമായി തുടർന്നു. 1989 ഒക്ടോബർ 12 ബ്രസീലിലെ പോർട്ടോ അലഗ്രയിലെ ഒരു വിമാനത്താവളത്തിൽ ഒരു അജ്ഞാത വിമാനം റഡാറിൽ പ്രത്യക്ഷപ്പെട്ടു. എയർ ട്രാഫിക് കൺട്രോൾ പൈലറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഓട്ടോമാറ്റിക് ലാൻഡിംഗ് ശേഷി ഉപയോഗപ്പെടുത്തി കോക്പിറ്റിൽ നിന്ന് യാതൊരു ആശയവിനിമയമില്ലാതെ പൂർണ്ണമായും ലാൻഡ് ചെയ്തുവെന്ന് കഥ അവകാശപ്പെടുന്നു. ഒടുവിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് വിമാനത്താവളത്തെ പലതവണ വട്ടമിട്ടു. അവസാനം ലാൻഡ് ചെയ്യപ്പെട്ടു. വിമാനം പരിശോധിക്കാൻ സുരക്ഷാ ജീവനക്കാരെ അയച്ചു. 1956 അടച്ചുപൂട്ടിയ സാന്റിയാഗോ എയർലൈൻസ് എന്ന് എഴുതിയിരിക്കുന്ന വിമാനത്തിന്റെ വശം കണ്ട് അവർ ഞെട്ടി. വിമാനം ഒരു ലോക്ഹീഡ് സൂപ്പർ കോൺസ്റ്റലേഷൻ ആയിരുന്നു. ഫ്ലൈറ്റ് നമ്പർ 513 ആയിരുന്നു. 35 വർഷം മുമ്പ് അപ്രത്യക്ഷമായ വിമാനം. സെക്യൂരിറ്റി സംഘം വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോൾ പൂർണ്ണ വിശ്വാസത്തിലല്ല അകത്തേക്ക് പോയത്. കാരണം 35 വർഷം മുമ്പ് മറഞ്ഞുപോയ വിമാനം തിരികെ വന്നതാണ് എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. സുഹൃത്തുക്കളെ, അത് സ്വാഭാവികമാണ്. വേണമെങ്കിൽ അത്ഭുതമെന്നും വിശേഷിപ്പിക്കാം, അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, അത് ശരിക്കും 1954 സെപ്റ്റംബർ 4 ജർമ്മനിയിൽ നിന്ന് പറന്നുയർന്ന വിമാനം തന്നെയാണോ? നമുക്ക് കണ്ടെത്താം. എല്ലാ യാത്രക്കാരും അവരുടെ സീറ്റുകളിൽ ഉണ്ടായിരുന്നു. അതെ, 88 പേരും ഉണ്ടായിരുന്നു. പക്ഷേ കാഴ്ച പേടിപ്പെടുത്തുന്നതും വളരെ ദയനീയവുമായിരുന്നു. കാരണം 88 യാത്രക്കാരുടെ അസ്ഥികൂടങ്ങൾ മാത്രമാണ് അവശേഷിച്ചത്. അവർ കോക്പിറ്റിനടുത്തെത്തിയപ്പോൾ 4 ജീവനക്കാരും അസ്ഥികൂടങ്ങളായി കിടക്കുന്നത് അവർ കണ്ടെത്തി. ക്യാപ്റ്റനെയും അവരുടെ സീറ്റുകളിൽ കണ്ടെത്തി. അവരുടെ കൈകൾ ഇപ്പോഴും നിയന്ത്രണങ്ങളിൽ വിശ്രമിക്കുന്നു. അതെ, പൈലറ്റിന്റെ കൈകൾ അപ്പോഴും നിയന്ത്രണങ്ങളെ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു.
മറ്റ് വിമാനങ്ങൾ പതിവ് പോലെ വരികയും പോകുകയും ചെയ്യുന്ന ഒരു സാധാരണ ദിവസത്തിൻ്റെ മധ്യത്തിലായിരുന്നു ഈ സംഭവം. സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാനേജ്മെൻറ്റിന് അറിയില്ലായിരുന്നു. അതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത് വരെ അവർ ആ കഥ മൂടിവെക്കാൻ പരമാവധി ശ്രമിച്ചു. സുഹൃത്തുക്കളെ, ഒടുവിൽ വാർത്ത പുറത്തു വന്നപ്പോൾ ഫ്ലൈറ്റ് 513 ലാൻഡ് ചെയ്തത് 35 വർഷം വൈകി എന്ന തലക്കെട്ടുകളാലാണ്. വർഷങ്ങളായി പ്രചരിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളും വന്യമായ കഥകളും ഫ്ലൈറ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും പൊതുജനങ്ങൾക്ക് അറിയാൻ സാഹചര്യം ഇല്ലായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാൻ തിടുക്കമുണ്ടായിരുന്നു. വർഷങ്ങളായി പ്രചരിച്ചിരുന്ന കഥകൾ ശരിയായിരുന്നു. ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ ഗവേഷണ കണ്ടെത്തലുകളോ വിശദീകരണങ്ങളോ പുറത്തുവിടാത്തതിനാൽ ബ്രസീലിയൻ സർക്കാർ സാഹചര്യം കൈകാര്യം ചെയ്യുന്നത് പൊതുജനങ്ങളെ നിരാശരാക്കി. ഫ്ലൈറ്റിലുണ്ടായിരുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് സ്വന്തം സിദ്ധാന്തങ്ങൾ കൊണ്ടുവരാൻ ഇത് പൗരന്മാരെ അനുവദിച്ചു. പല സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നു. വിമാനം ഒരു സമയ വ്യതിചലനത്തിലോ സമാന്തരമാനത്തിലോ പ്രവേശിച്ചതായി ചിലർ വിശ്വസിച്ചു. വിമാനത്തിൽ ഒരു നിഗൂഢ രോഗം പടർന്നിരിക്കാമെന്നും വിമാനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം തൽക്ഷണം കൊല്ലപ്പെട്ടിരിക്കാമെന്നും മറ്റുള്ളവർ അനുമാനിച്ചു. വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിൽ അന്യഗ്രഹ ശക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. നിരവധി കഥകൾ വീണ്ടും പ്രചരിക്കുകയുണ്ടായി. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വ്യക്തത നൽകാതെ 35 വർഷം വൈകിയാണ് വിമാനം ലാൻഡ് ചെയ്തതെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഹ്രസ്വ പ്രസ്താവന മാത്രമാണ് പുറത്തിറങ്ങിയത്. വിപുലമായ പരിശോധനകളും ഗവേഷണങ്ങളും നടത്തിയതായി വാദങ്ങൾ പ്രചരിച്ചു. എന്നാൽ ഈ വിവരങ്ങളൊന്നും പരസ്യമാക്കിയില്ല. ഫിസിക്സ് പ്രൊഫസർ റോഡ്രിഗോ ഡിമാൻഹ ഉൾപ്പെടെ നിരവധി പേർ തങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിച്ചു. ഈ കേസിന് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിക്കാൻ കഴിയുമെന്നും എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്താതിരിക്കുന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും ഡിമാൻഹ പറഞ്ഞു. സത്യമറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് വിശദീകരിക്കാൻ സർക്കാരിന് കടമയുണ്ട്. സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഡിമാൻഹ പറഞ്ഞതിനോട് യോജിക്കുന്നു. തീർച്ചയായും അത് വിശദീകരിക്കാൻ സർക്കാരിന് കടമയുണ്ട്. അതിനുശേഷം മറ്റൊരു ശാസ്ത്രജ്ഞനായ ഡോക്ടർ സെൽസോ ആറ്റല്ലോ ഒരു വേംഹോൾ അല്ലെങ്കിൽ സ്ഥലത്തിലും സമയത്തിലും ഉള്ള വിടവ് മാത്രമാണ് സാധ്യമായ വിശദീകരണമെന്ന് അഭിപ്രായപ്പെട്ടു. അത്തരമൊരു വേംഹോളിലൂടെ ഒരു വിമാനം പറന്നാൽ അത് വിമാനത്തെയും അതിലെ യാത്രക്കാരെയും അവർ അറിയാതെ വിദൂര ഭാവിയിലേക്ക് അയക്കുമെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. പലരും ഈ സിദ്ധാന്തം വിശ്വസിക്കുകയും മറ്റു ചിലർ സർക്കാർ സത്യം മറച്ചുവെക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. സത്യത്തെ നിഷേധിക്കുന്നത് ബ്രസീലിയൻ ജനതയോട് കള്ളം പറയുന്നത് പോലെ മോശമാണെന്ന് ഡോക്ടർ ആറ്റല്ലോ പ്രസ്താവിച്ചിരുന്നു. വർഷങ്ങളായി ഈ കഥ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ വീക്ഷണം കഥയെ ഫിഷനാണെന്ന് തള്ളിക്കളയുന്ന ഒരു സ്നോപ്സ് എന്ന ലേഖനം കൊണ്ടുവരുന്നു. 1980കളിൽ കൂടുതൽ ടാബ്ലോയിഡുകൾ വിൽക്കുന്നതിനാണ് ഈ കഥ സൃഷ്ടിച്ചതെന്നും 1961 ദ ഡ്യുലൈറ്റ് സോണിന്റെ ദി ഓഡീസി ഓഫ് ഫ്ലൈറ്റ് 33 എന്ന എപ്പിസോഡിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരിക്കാമെന്നും സ്നോപ്സ് അവകാശപ്പെടുന്നു. എന്നാൽ കാലക്രമേണ ഉയർന്നു വന്ന ദൃക്സാക്ഷി റിപ്പോർട്ടുകളെ ഇത് കണക്കിലെടുക്കുന്നില്ല. 1954 അപ്രത്യക്ഷമാവുകയും 1989 വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്ത സാന്റിയാഗോ ഫ്ലൈറ്റ് 513 എന്ന വിമാനത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രസീലിലേക്കുള്ള യാത്രാമധ്യേ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷനായി. പതിറ്റാണ്ടുകൾക്ക് ശേഷം 1989 കാണാതായ വിമാനം വീണ്ടും പ്രത്യക്ഷപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നു. സാന്റിയാഗോ ഫ്ലൈറ്റ് 513 35 വർഷത്തിന് ശേഷം ബ്രസീലിൽ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് കുറ്റമറ്റ രീതിയിൽ ലാൻഡ് ചെയ്തു. എയർ ട്രാഫിക് കൺട്രോളിനെ ഞെട്ടിക്കുകയും മാധ്യമ ഭ്രാന്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ സുഹൃത്തുക്കളെ, സ്നോപ്സ് എന്ന ലേഖനം ഇതൊരു കെട്ടുകഥ മാത്രമാണ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ മനസ്സുകൊണ്ട് സ്നോപ്സ് ലേഖനത്തോട് യോജിക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം ബ്രസീൽ സർക്കാർ ഇത് സംബന്ധിച്ച് തെളിവുകൾ പുറത്തുവിടാത്തത് ഒരു കാരണമായി പറയാം. അതുകൊണ്ട് ഇതിൽ സത്യാവസ്ഥയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ടാബ്ലോയിഡുകൾ കെട്ടിച്ചമച്ച കഥയാണോ? അതായത് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അവർ ചെയ്തതാണോ? ഫ്ലൈറ്റ് 513 കുറിച്ചുള്ള സത്യം അനിശ്ചിതത്വത്തിലാണെങ്കിലും ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ സാധ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നു. വാതിലിലൂടെ നടക്കുന്നത് പോലെ വിദൂര ബിന്ദുക്കളെ ബന്ധിപ്പിക്കുന്ന സ്ഥലത്തും സമയത്തും ദ്വാരങ്ങൾ ഉണ്ടാകുമോ? ഇത് ശരിയായിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഈ വിള്ളലുകളിലൊന്ന് നമുക്ക് കണ്ടെത്താനും നിയന്ത്രിക്കാനും കഴിയുമെങ്കിൽ സമയയാത്ര ഒരു സാധ്യമായി മാറിയേക്കാമെന്ന് സിദ്ധാന്തം സൂചിപ്പിക്കുന്നു.
എന്നിരുന്നാലും ഈ അപാകതകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അനന്തരഫലങ്ങൾ പ്രവചനാതീതമായിരിക്കും. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞർ സ്ഥലസമയത്ത് ഇത്തരം വികലങ്ങൾ ഉണ്ടാകാമെന്ന് അനുമാനിച്ചിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെങ്കിലും ഈ അപാകതകൾക്ക് വിമാനങ്ങൾ നിഗൂഢമായി അപ്രത്യക്ഷമാവുകയും വിശദീകരണമില്ലാതെ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന വിചിത്രമായ സംഭവങ്ങളെ വിശദീകരിക്കാൻ കഴിയും. അതിനൊരു ഉദാഹരണമായി ഫ്ലൈറ്റ് 727ന്റെ കഥ നമുക്കൊന്ന് നോക്കാം. 1970കളിൽ നാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റ് 727ൽ നടന്ന ഏറ്റവും അമ്പരപ്പിക്കുന്ന സംഭവങ്ങളിലൊന്ന്. വിമാനം മിയാമി ഇന്റർനാഷണൽ എയർപോർട്ടിനെ സമീപിച്ചപ്പോൾ എല്ലാം സാധാരണ പോലെ തോന്നി. എന്നാൽ ലാൻഡിങ്ങിന് 10 മിനിറ്റ് മുമ്പ് വിമാനം പെട്ടെന്ന് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും കൺട്രോൾ ടവറുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെടുകയും ചെയ്തു. ഏറ്റവും മോശമായ സാഹചര്യം ഭയന്ന് രക്ഷാപ്രവർത്തകർ അപകടത്തിന് തയ്യാറായി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിമാനം നിമിഷങ്ങൾക്കകം റഡാറിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. 10 മിനിറ്റോളം ബന്ധം നഷ്ടപ്പെട്ടെങ്കിലും അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചതായി പൈലറ്റുമാർ അറിഞ്ഞിരുന്നില്ല. ചോദ്യം ചെയ്തപ്പോൾ സംഭവം വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിശയകരമെന്ന് പറയട്ടെ, യാത്രക്കാരുടെ വാച്ചുകൾ ഉൾപ്പെടെ വിമാനത്തിലെ എല്ലാ ക്ലോക്കുകളും 10 മിനിറ്റ് പിന്നിലായിരുന്നു. വിമാനം ഒരു വേം ഹോളിലൂടെ കടന്നു പോയിരിക്കാമെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ ശാസ്ത്രജ്ഞർ അമ്പരന്നിരിക്കുകയാണ്. നിഗൂഢത നിലനിൽക്കുന്നു. ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. സ്ഥലത്തിന്റെയും സമയത്തിന്റെയും രഹസ്യങ്ങൾ നമ്മെ കൗതുകപ്പെടുത്തുന്നത് തുടരുന്നു. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ നമ്മൾ അനാവരണം ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. യാത്രക്കാരുടെ വാച്ചുകൾ ഉൾപ്പെടെ വിമാനത്തിലെ എല്ലാ ക്ലോക്കുകളും 10 മിനിറ്റ് പിന്നിലായിരുന്നു എന്നത് കേൾക്കുമ്പോൾ എനിക്കും അതിശയം തോന്നുന്നു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു സുഹൃത്തുക്കളെ? നമ്മൾ കണ്ടതുപോലെ 92 അസ്ഥികൂടങ്ങളുമായി ഇറങ്ങിയ വിമാനത്തിന്റെ കഥ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും തണുത്തതും നിഗൂഢവുമായ കഥകളിൽ ഒന്നാണ്. ചില ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ലഭിച്ചേക്കില്ലെങ്കിലും വിചിത്രമായ വിശദാംശങ്ങൾ ആകർഷിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. ആ വിമാനത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? അതൊരു ദാരുണമായ അപകടമായിരുന്നോ? അതോ ദുരൂഹതയ്ക്ക് പിന്നിൽ കൂടുതൽ ദുഷ്ടതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ അവസാനിപ്പിക്കുന്നു.